ഒരു നടിയാണെങ്കിലും അതിൻ്റെ യാതൊരു ഭാവവുമില്ലാതെ സാധാരണക്കാരിയായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് നടി നിഖില വിമൽ. പലപ്പോഴും ആരാധകർക്കത് നടിയുടെ ഇൻ്റർവ്യൂകളിലൂടെയും വീഡിയോകളിലൂടെയും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാകും. ഷൂട്ടിംഗ് സെറ്റുകളിലും മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നടി മറ്റുള്ളവരുടെ വേദനകൾക്കും സങ്കടങ്ങൾക്കും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം മാത്രമല്ലാതെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. അങ്ങനെയുള്ള നടിയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന സംഘത്തിൻ്റെ മുൻനിരയിൽ നടി നിഖില വിമലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നടിയുടെ നാടായ കണ്ണൂർ തളിപ്പറമ്പിലെ കളക്ഷൻ പ്രദേശത്ത് സാധനങ്ങളുമായി എത്തിയ നടി പിന്നീട് അവരിൽ ഒരാളായി തന്നെ നിൽക്കുകയായിരുന്നു. കൊണ്ടുവരുന്ന സാധനങ്ങൾ കൃത്യമായി തരംതിരിച്ചു വെക്കുവാനും കൃത്യമായ കണക്കുകളെടുത്ത് വയനാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനും പ്രവർത്തിക്കുന്ന സംഘത്തിനൊപ്പം നടിയും പങ്കുചേരുകയായിരുന്നു. അർദ്ധരാത്രിയിലും ഈ പ്രവർത്തകർക്കൊപ്പം നടിയും സജീവമായിരുന്നു. മാത്രമല്ല, ഇനിയും സാധനങ്ങൾ ആവശ്യമുണ്ടെന്നും ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ആവശ്യമുള്ളതിനാൽ അതിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നും ഇത്തരം സാധനങ്ങൾ ശേഖരിക്കുന്നവർ പറയുന്നു. അതേസമയം നിഖില വിമൽ മാത്രമല്ല, നടൻ ബേസിൽ ജോസഫും ടൊവിനോ തോമസും എല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ കേരളത്തിൽ ദുരന്തം വിതച്ചപ്പോൾ നടി പൂർണിമ ഇന്ദ്രജിത്തും ഭർത്താവ് ഇന്ദ്രജിത്തുമൊക്കെ കൊച്ചിയിൽ ഇത്തരം കളക്ഷൻ പോയിന്റുകൾ ആരംഭിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ദുരന്തത്തിൽപ്പെട്ട് പകച്ചു നിൽക്കുന്നവർക്ക് ഒരു ചെറുകൈ സഹായമെങ്കിലും നൽകാൻ ഒപ്പം നിൽക്കണമെന്നാണ് നിഖില അടക്കമുള്ള താരങ്ങളെല്ലാം അഭ്യർത്ഥിക്കുന്നത്. സർവ്വസമ്പാദ്യങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി ഒപ്പം നിൽക്കുവാൻ എല്ലാവരും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് താരങ്ങളും. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ഇവരുടെ സഹായങ്ങൾ എത്തുക. കുടിവെള്ളം, ബിസ്ക്കറ്റ്, ബ്രെഡ് പോലുള്ള ഭക്ഷണ സാമഗ്രികൾ, സാനിറ്ററി നാപ്കിനുകൾ, ഡയപ്പറുകൾ, വസ്ത്രങ്ങൾ, പുതപ്പ് അടക്കമുള്ള വസ്തുക്കളാണ് ഇവർ ശേഖരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് ജില്ലാ മണ്ഡല അടിസ്ഥാനത്തിൽ ഈ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത്. മാത്രമല്ല, ക്യാമ്പസുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് എന്ന പേരിൽ ക്യാമ്പയിനുകളും വിദ്യാർത്ഥി സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഉരുൾപൊട്ടൽ കവർന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി പേരുടെ മൃതദേഹങ്ങളാണ് ദുരന്തബാധിത പ്രദേശത്തു നിന്നും കണ്ടെടുക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.